Welcome to Free Pan Kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടെൻഡർ കോക്കനട്ട് കുൽഫിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പാല്, കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, 1/2 കപ്പ് പഞ്ചസാര, ഇളനീർ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 1 കപ്പ് പാലാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. തിളക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായി തിളക്കുന്നുണ്ട്. നമ്മൾ മാറ്റിവെച്ച് ക്രഷ് ചെയ്ത നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. നട്ട്സൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു ഇളനീറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി പേസ്റ്റ് രൂപത്തിൽ ആവണമെന്നില്ല. നമുക്ക് വീണ്ടും ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്കിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഒരു ട്രേ ഉണ്ടെങ്കിൽ എടുക്കാം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. മക്കൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. 6 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണണേ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു ഡിഷുമായി വരുന്നത് വരേക്കും ബൈ.